ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സൂപ്പർ കിടുക്കാച്ചി ഈവനിങ് സ്നാക്കാണ്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു റംസാൻ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും, നിർത്താൻ തോന്നില്ല എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത പത്തിരിപ്പൊടിയില്ലേ, പാക്കറ്റിൽ വാങ്ങിക്കുന്ന ആയാലും ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. ഇതുപോലെ നല്ലപോലെ തിക്കായി വരുമ്പോഴത്തേ നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് നല്ല ടൈറ്റാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടുമേ, അതുകൊണ്ട് തീ കൂട്ടി വെക്കണ്ട. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, കണ്ടോ, എല്ലാം കൂടെ ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ്, കുത്തി ചതച്ചാൽ മതി, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 കറിവേപ്പില മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. വലിയ കറിവേപ്പില, അതുകൊണ്ടാണ് മുറിച്ചിടുന്നത്. ഇത് ഒരുപാടങ്ങ് ബ്രൗൺ നിറമൊന്നും ആണ്ട്, ഒരു അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്കൊരു പകുതി തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ തീ അങ്ങ് കൂട്ടി വെച്ചത് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് തക്കാളി വഴന്ന് അതിലെ വെള്ളമൊന്നും വരണ്ട. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒന്നെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി തീ ഓഫാക്കി കൊടുക്കാം. ഇത് ഞാൻ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് 4ആയിട്ട് മുറിച്ചു കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂണൊക്കെ മതി. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 2 ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചതച്ചെടുക്കാം. അതിപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചിലപ്പോൾ എല്ലാ മിക്സിയിലും പെരിഞ്ജീരകം ഒന്ന് അരഞ്ഞ് വരണമെന്നില്ല, അത് മതി. ഇതിപ്പോൾ നമ്മുടെ മാവ് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഒരുപാട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈയിട്ട് കുഴക്കാൻ പാകത്തിന് തണുത്താൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തങ്ങ് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് സെപ്പറേറ്റ് ഉരുളകളാക്കി അങ്ങ് ഉരുട്ടി അങ്ങ് വെക്കാം. ഞാനിതിപ്പോൾ ഒരു മൊത്തം 8 ഉരുളകളാക്കി ഉരുട്ടിയതാണ്. ഇനി നമുക്ക് സാധാരണ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഒന്ന് ഓരോ ഉരുളയെടുത്തൊന്ന് പരത്തി അങ്ങ് എടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒഴുകിയ മുട്ട എടുത്ത് കമത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് അടച്ചു വെച്ചിട്ട് പതുക്കെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. നന്നായിട്ടങ്ങ് നീളത്തിലങ്ങ് ഉരുട്ടി അങ്ങ് എടുക്കാം. അതേപോലെ നമുക്ക് അടുത്തതും എടുത്ത് അതേപോലെ തന്നെ അങ്ങ് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഉരുട്ടിയെല്ലാം നീളത്തിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇഡലിച്ചെമ്പിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുന്നുണ്ട്. അതിലേക്ക് നമുക്കിതെല്ലാം പെറുക്കി വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിലത് മാത്രം ഒന്ന് തുറന്നു പോയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അതൊന്ന് തണുക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ചൊന്ന് തണുക്കട്ടെ. ഒന്ന് ഫാനിൻ്റെ ചുവട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനിനൊക്കെ മുളക് പുരട്ടില്ലേ, അതുപോലെ. അതിൻ്റെ കൂടെ ഒരു നുള്ള് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ചൊരു ലൂസായിട്ട്, മീനിന് മുളക് കുഴക്കുന്ന പോലെയല്ല, കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളമായി പോകണ്ട. അപ്പം വെള്ളം പോരാ, കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ആദ്യം ഒഴിക്കേണ്ട, അധികമായി പോവും. ഇത് മതി, ഈ ഒരു പരുവം മതി. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടെ ഇതുകൂടെ ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നിട്ടുണ്ട്, ഫുള്ള് തണുത്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഓരോ ഉരുളയെടുത്ത് മുളകിലൊന്ന് കോട്ട് ചെയ്തിട്ടങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം എല്ലാം
മുളകിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം കാണാനില്ലല്ലോ, അത് ഞങ്ങൾ കഴിച്ചു കിട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്നില്ല, അല്ലാതെ ഇപ്പം ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഫ്രൈ ചെയ്യാതെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് അങ്ങനെ തന്നെ കഴിക്കാനും. പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ. ഇനിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്നൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ മുളകും അങ്ങ് കരിഞ്ഞു പോകും, അതങ്ങ് മുരിഞ്ഞ് കിട്ടുകയില്ല. അതിപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ആ സൈഡ് മുരിഞ്ഞിട്ടുണ്ട്, എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ അരിക്കടുക്ക കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. കടുക്കയുടെ ടേസ്റ്റ് വരില്ല എന്ന് വിചാരിക്കേ വേണ്ട. നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മളിതിനകത്ത് കല്ലുമക്കായ തരയും. അത്രയും സാമ്യമുണ്ട് ഈ ഒരു അരിക്കടുക്കയായിട്ട്. ഇത് നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതെല്ലാം നല്ലപോലെ ഒന്ന് പാക്ക് ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങ് ഓപ്പൺ ആയിപ്പോയാൽ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ എല്ലാം അതാ മുരിഞ്ഞിട്ടുണ്ട്, നമുക്കിങ്ങനെ എടുക്കാം. അടിപൊളി, എല്ലാം ഇങ്ങനെ അതാ നിരത്തി വെച്ചിട്ടുണ്ട്. ഭയങ്കര നല്ല മണമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അമേസിങ് ടേസ്റ്റാണ്. ശരിക്കും ഇത് കല്ലുമക്കായ നിറച്ചതാണെന്നേ പറയുള്ളൂ കേട്ടോ, അതേ ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ കല്ലുമക്കായ നിറച്ച് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കല്ലുമക്കായ കിട്ടണം, അത് പിന്നെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം എന്ന് കുറേ ആയി വിചാരിക്കുന്നത്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എളുപ്പമല്ല, ഉണ്ടാക്കാനായിട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. വൈകുന്നേരമൊക്കെ കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അത് ഉണ്ടാക്കി കൊടുക്കാം. അടിപൊളി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റംസാൻ ആശംസകൾ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.